ദൈവത്തിന് സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കേൾക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് എബ്രായലേഖനം 7-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യം വായിക്കാം. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായൊരു വാക്യമാണ്. ഞാൻ പലവട്ടം ഇത് വായിക്കാറുണ്ട്. ഇത് എല്ലാവരും ഇത് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അവൻ സദാ ജീവിക്കുന്നു. മൺമറഞ്ഞു പോയ ക്രിസ്തു അല്ല. ഇന്നും എന്നെ സഹായിപ്പാൻ എൻ്റെ അടുത്തേക്ക് കാവൽ നിൽക്കുന്ന ഒരു നല്ല ദൈവം. സ്തോത്രം. അതെനിക്ക് പണ്ടും മനസ്സിലായിരുന്നില്ല. കർത്താവായ യേശു ക്രിസ്തു ഭൂമി വന്നു, ചരിത്ര സംഭവം, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്നു, പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് പോയി എന്ന് പറയുന്നു. അത് നാം ഓർമ്മ കൊണ്ടാടുന്നു. ഈസ്റ്ററായിട്ടും ക്രിസ്മസായിട്ടും ഒക്കെ നമ്മൾ കൊണ്ടാടുന്നു. അതിൽ കവിഞ്ഞ് എനിക്ക് ക്രിസ്തുവിനെക്കുറിച്ച് ഒരു പരിചയം ഉണ്ടായിരുന്നില്ല. എന്നാൽ വചനം പറയുന്നു അവൻ സദാ ജീവിക്കുന്നു. എവിടെ? സ്വർഗത്തിലല്ല പ്രിയരെ, ഇവിടെ നമ്മളുടെ അടുത്ത് തന്നെ സദാ ജീവിക്കുന്നു. കണ്ണുകൊണ്ട് കാണുന്നില്ല. അല്ല, കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അതിന് പ്രൊവിഷൻ ദൈവം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏത് മനുഷ്യനും കർത്താവിനെ കാണാം. ആത്മാവിൻ്റെ കണ്ണ് തുറന്ന് ദൈവം കണ്ണ് തുറന്ന് തന്നാൽ നമുക്ക് കാണാൻ പറ്റും. അതിന് നമ്മൾ അതിനു വേണ്ടി ജാഗരിക്കണം, പ്രാർത്ഥിക്കണം, പാപം വിട്ടൊഴിയണം, ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് 100% വിട്ടുകൊടുക്കണം. അപ്പോൾ കർത്താവ് കൊടുക്കുന്ന വലിയൊരു ഭാഗ്യമാണ് ദൈവ സാന്നിധ്യം. ആത്മാവിൽ കർത്താവിനെ കാണാൻ പറ്റുക. സദാ ജീവിക്കുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ക്രിസ്തു ജീവിക്കുന്നു. എത്ര പേരൊന്ന് മനസ്സിലാക്കുന്നുണ്ട്? കർത്താവ് ജീവിക്കുന്നു, നമ്മളുടെ അടുത്തുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പാപം ചെയ്യുമോ? ഒരിക്കലുമില്ല. ആ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിൻ്റെ കൃപയെന്ന് പറഞ്ഞാൽ അതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളവർക്ക് പാപം ചെയ്യാൻ തോന്നുകയില്ല. വചനം പറയുന്നത് അവൻ്റെ വിത്ത് അവന് ഉള്ളത് കൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിയില്ല. വിത്തെന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ഒരു മനുഷ്യൻ സ്ഥിരമായി വസിക്കുന്നുണ്ടെങ്കിൽ അവന് പിന്നെ പാപത്തോടുള്ള ആസക്തി കാണുകയില്ല. ഞാൻ ചിന്തിക്കാറുണ്ട്, എൻ്റെ യൗവനകാലം ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തായിരുന്നു പാപത്തിൻ്റെ ഒരു വേലിയേറ്റം? എന്തായിരുന്നു പാപത്തോടുള്ള ക്രേവ്, പാപത്തോടുള്ള ആസക്തി? ആർക്ക് നിയന്ത്രിക്കാൻ പറ്റും? ഞാൻ ദൈവത്തോട് പദ്ധതി പറഞ്ഞിട്ടുണ്ട്, കർത്താവേ ഈ കണ്ണ് കുഴപ്പം പിടിച്ചാണല്ലോ, ഒരു കണ്ണുപൊട്ടനാണെങ്കിൽ എന്ത് രസമായിരുന്നു. ഈ കാമം വരില്ലല്ലോ. എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാണ്. കണ്ണ് ഇല്ലാത്തവനാണെന്നുണ്ടെങ്കിലും ചിന്തയിൽ പാവം വരാൻ പാടില്ലേ? അവൻ എത്ര ധൈര്യശാലിയാണ്, അവൻ എത്ര കണ്ണിങ്ങാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതൊന്നുമല്ല. നമുക്ക് ഈ ദൈവത്തെ കാണാൻ പറ്റുന്നില്ല. ആത്മാവിൽ നമ്മുടെ രക്ഷകനെയും വീണ്ടെടുപ്പുകാരനെയും സൃഷ്ടാവിനെയും കാണാൻ പറ്റുന്നില്ല. വചനം പറയുന്നു അവൻ സദാ ജീവിക്കുന്നു. അവൻ എന്തിനാ ജീവിക്കുന്നത്? അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും ചെല്ലണമെന്നില്ല. അതിന് പരിമിതികളുണ്ട്, അതിന് തടസ്സങ്ങളുണ്ട്. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ നമുക്ക് ദാനിയേൽ പ്രവചനം വായിച്ചാൽ തന്നെ അറിയാം. ദാനിയേൽ ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനായിരുന്നു. ദാനിയേൽ ദൈവത്തോട് ചില പ്രാർത്ഥന കൊടുത്തു. അത് സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലാതെ വണ്ണം തടയാൻ വേണ്ടി ശത്രുവിൻ്റെ വലിയൊരു വൃന്ദം അവിടെ നിരന്ന് നിൽക്കുകയാണ്. ഇത് നമ്മളാരും അറിയുന്നില്ല. വേദപുസ്തകം വായിക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയുന്നത് തന്നെ. നമ്മുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ചെല്ലാതിരിക്കാൻ വേണ്ടി ശത്രു കിണഞ്ഞ് ശ്രമിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയാണ് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ സദാ ജീവിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ഒരു അഡ്വക്കേറ്റ്, ഒരു കർത്താവ് നമുക്കുണ്ട്, ഒരു യേശു നമുക്കുണ്ട്. യേശുവിൻ്റെ ജോലി അതാണ്. നമുക്ക് വേണ്ടി പിതാവായ ദൈവത്തോട് പക്ഷപാതം ചെയ്യുക, എൻ്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറയുക. ഞാൻ പറഞ്ഞാൽ ദൈവം കേൾക്കാൻ സാധ്യതയില്ലെങ്കിൽ എൻ്റെ വീണ്ടെടുപ്പുകാരന് എനിക്ക് വേണ്ടി എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ താല്പര്യങ്ങളും ദൈവസന്നിധിയിൽ പറയുക. സദാ ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഒരു കാഴ്ചപ്പാടൊക്കെ നമുക്കുണ്ടോ? അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമ്മൾ അവനെ സ്നേഹിക്കില്ലേ? മതിമറന്നവനെ സ്നേഹിക്കുകയില്ലേ? അവനിൽ ആശ്രയിക്കുകയില്ലേ? അവനിൽ ചാരുകയില്ലേ? അവൻ്റെ ഇഷ്ടം ചെയ്യാൻ നാം പ്രിയപ്പെടുകയില്ലേ? 40-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പുസ്തകച്ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു, നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പിതാവിനോടുള്ള കമ്മിറ്റ്മെൻറ്റും കടപ്പാടും സ്നേഹം കൊണ്ട് പുത്രൻ പറയാണ്, നിൻ്റെ ഇഷ്ടം എന്താണ് അത് ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, എൻ്റെ കാതുകളെ ഞാൻ തുളച്ചിരിക്കുന്നു. എന്തൊരു സ്നേഹബന്ധം!
അതാണ് പറഞ്ഞത്. ആ സ്നേഹബന്ധം ഉള്ളത് കൊണ്ടാണ് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിപ്പീൻ, ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും. എൻ്റെ നാമം വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നവനെ ഞാൻ ദൈവസേനയിലേക്ക് അവൻ്റെ പ്രാർത്ഥന കൊണ്ട് ചെല്ലും. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒക്കെയും നിങ്ങൾക്ക് തരും. വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നില്ല. വളരെ കൃത്യമായും വ്യക്തമായിട്ട് പറയുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ ചെല്ലാൻ പറ്റുകയില്ല. എന്നെ കൂടാതെ നിങ്ങൾക്ക് ദൈവത്തോട് അടുക്കാൻ പറ്റുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ മർമ്മം എന്നാണെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ പാപപരിഹാര ബലിയയിൽ നിന്നുള്ള രക്തം, നിഷ്കളങ്ക രക്തം, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഇപ്പം ഞാൻ ദൈവസേനയിൽ ചെല്ലുമ്പോൾ, യേശുവിൻ്റെ രക്തവുമായിട്ട് ഞാൻ ചെല്ലുമ്പോൾ, പിതാവിന് തൻ്റെ മുഖം മറയ്ക്കാൻ പറ്റില്ല. പുത്രൻ്റെ രക്തം അവിടെ നിൽക്കുന്നു. ആ പുത്രൻ്റെ രക്തം എന്താ പറഞ്ഞു? ഇവൻ്റെ പാപങ്ങൾ പിതാവേ കണക്കിടല്ലേ എന്നുള്ള പ്രാർത്ഥന അവിടെ നിൽക്കുന്നു. ആ രക്തത്തിന് ശക്തിയുണ്ട്. ആ പ്രാർത്ഥന മാനിച്ചുകൊണ്ട് പിതാവായ ദൈവം എന്ത് ചെയ്യുന്നു? എൻ്റെ സകല കുറവുകളും അവിടെ ക്ഷമിച്ചിട്ട് ആ പ്രാർത്ഥന സ്വീകരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് സ്വർഗം തരുന്ന വലിയൊരു കൃപയാണ്. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം. ആ രക്തത്തിലാണ് പിതാവായ ദൈവം പ്രസാദിക്കുന്നത്. വേറെ ആരിലും ദൈവം പ്രസാദിക്കുന്നത്? ഒരു മനുഷ്യനിലും ദൈവം പ്രസാദിക്കുന്നില്ല. ഒരു മനുഷ്യൻ്റെ നന്മയിലും ദൈവം പ്രസാദിക്കുന്നില്ല. ദൈവം പ്രസാദിക്കുന്ന ഒരേ ഒരു കാര്യം, ക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, പാപിക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞ രക്തം. ദൈവകോപത്തിൽ വെന്തെറിഞ്ഞിട്ടും ആ പാപത്തിന് പരിഹാരം ചെയ്യാൻ വേണ്ടി യേശുക്രിസ്തു ചെയ്ത ആ കാര്യമാണ് പിതാവിന് വിലപിടിപ്പുള്ളത്. അതാണ് അവൻ്റെ രക്തം. രക്തത്തിൽ ആശ്രയിക്കാൻ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ആ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചെല്ലുന്നവൻ്റെ മുഖം പിതാവ് മറക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവൻ സദാ ജീവിക്കുന്നു. അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നവർക്ക് പൂർണ്ണ രക്ഷ വരുത്താൻ അവൻ ജീവിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. ഈ പൂർണ്ണ രക്ഷയെന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പൂർണ്ണ രക്ഷയെന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ യാതൊരു അവകാശവും ഇല്ലാത്തൊരാളത്വം. രക്ഷയുണ്ട്, നമ്മളെല്ലാവരും പറയുന്നുണ്ട്, രക്ഷയെന്ന് പറയുന്നുണ്ട്, രക്ഷിക്കപ്പെടണമെന്ന് പറയുന്നുണ്ട്, മാനസാന്തരപ്പെടണമെന്ന് പറയുന്നുണ്ട്, പുതിയ സൃഷ്ടിയാകണമെന്ന് പറയുന്നുണ്ട്, ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ ആരും ഈ പൂർണ്ണ രക്ഷയെക്കുറിച്ച് പറയത്തില്ല. ഇവിടെ കൃത്യമായിട്ട് പറയാണ്, ഞാൻ നിങ്ങൾക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നതുകൊണ്ട്, ഞാൻ പിതാവിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്നതുകൊണ്ട് നിങ്ങളെ പൂർണ്ണമായി രക്ഷിപ്പാൻ ഞാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഈ വചനം എടുത്തുകൊണ്ട് എത്ര പേര് ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്? കർത്താവേ, നിൻ്റെ പ്രിയപ്പെട്ട മകനിൽ കൂടെ രക്ഷയുണ്ടെന്ന് പറയുന്നു, എനിക്കത് തരണം. ഞാൻ പറഞ്ഞില്ല, ഞാൻ വീണ്ടും പലരും പറയാണ്, അനേകരും ഈ പൂർണ്ണ രക്ഷ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ പിശാചിൻ്റെ പിടിയിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും പാപത്തിൽ നിന്നുള്ള രക്ഷ. നമുക്ക് ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യം ഇതാണ്. എനിക്ക് ദൈവ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആർക്കും തടയാൻ പറ്റില്ല. ഞാൻ സ്വർഗത്തിൽ പോകുമെന്ന് ഒരാൾ പറഞ്ഞാൽ നമുക്ക് ആർക്കും തടയാൻ അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. പിന്നെ ഇങ്ങനെ പറയുന്നവരോട് ഒരു ചോദ്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, സഹോദര, നിന്നിൽ സാത്താൻ്റെതായ അവകാശമുള്ള പാപം എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുണ്ടോ? അവിടെ അവൻ്റെ പത്തി മടങ്ങും. ദൈവത്തിൻ്റെ മക്കളാരെന്നും പിശാചിൻ്റെ മക്കളാരെന്നും തിരിച്ചറിയാൻ ഇനി ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് ക്ലെയിംസ് ഉണ്ട്. ചിലർക്ക് പറയുന്നുണ്ട്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടാണ് ഞാനതൊക്കെ ചെയ്യുന്നതെന്ന്. ഞാൻ ഇന്നലെ ഒരു സഹോദരനോട് ചോദിച്ചു, എൻ്റെ പൊന്നു സഹോദര, നിങ്ങൾക്ക് ഈ അധികാരം തന്ന ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ദൈവം നിങ്ങൾക്ക് പറഞ്ഞിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്? പിന്നെ തീർച്ചയായിട്ടും ദൈവം എന്നോട് പറഞ്ഞിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. എൻ്റെ ഉത്തരം മുട്ടിപ്പോവും. അവിടെ ചോദിക്കാൻ, സഹോദര, നിനക്ക് പാപം, പിശാചിൻ്റെ അവകാശമായ പാപം നിന്നിൽ നിന്ന് വരുന്നുണ്ടോ എപ്പോഴെങ്കിലും? അപ്പോഴും അങ്ങനെ സമ്മതിക്കത്തില്ല. ഈർഷ്യമുണ്ടോ, ദേഷ്യമുണ്ടോ, മുഷിച്ചിലുണ്ടോ, പ്രാർത്ഥിക്കാൻ നേരം ഏകാഗ്രതയുണ്ടോ എന്ന് അല്ല, ദൈവസാന്നിധ്യം എപ്പോഴും ഉണ്ടോ, കർത്താവിൻ്റെ കരം പിടിച്ചാണോ നടക്കുന്നത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം മുട്ടിപ്പോവും. എൻ്റെ പ്രിയരെ, നമ്മളെ വിളിച്ച വിളി നിസ്സാരമായൊരു വിളിയല്ല. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. അതിൽ കുറഞ്ഞൊരു കാലിബർ ഇല്ല. അനേകരത് കുറയ്ക്കുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ നമ്മൾ കണക്ക് ബോധിക്കേണ്ടി വരും. ഞാൻ അനുഭവിക്കാത്തത് എങ്ങനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും? അപ്പോൾ രണ്ട് ശിക്ഷയാണ്. ഒന്ന്, ഞാൻ അനുഭവിച്ചില്ല. രണ്ട്, തെറ്റായ വിശുദ്ധിയാണ് ജനത്തിൽ കൊടുത്തു, അല്ലെങ്കിൽ സോപ്പിട്ട് സംസാരിക്കുന്നു. ശരിയായ കാര്യത്തെക്കുറിച്ച് മിണ്ടാതെ ചില കാര്യങ്ങളൊക്കെ പറയുന്നു. അനുഗ്രഹത്തെക്കുറിച്ച് പറയുന്നു, പക്ഷേ അനുഗ്രഹം എങ്ങനെയാണ് നേടേണ്ടത്?
ആർക്കാണ് ഈ അനുഗ്രഹം കിട്ടുന്നത്? എപ്പോഴാണ് അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്? ദൈവസേനയിൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി എന്താണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു പൂർണ്ണ രക്ഷ ഞാൻ അനുഭവിക്കാതെ എങ്ങനെ ജനത്തോട് ഇത് പറഞ്ഞു കൊടുക്കും? രക്ഷയുടെ വഴി എങ്ങനെ പറഞ്ഞു കൊടുക്കും? ദൈവത്തിന് സ്തോത്രം. പൂർണ്ണമായ രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ദൈവത്തിന് സ്തോത്രം. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതാണ് പറഞ്ഞത്. ക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പരിപൂർണത വേണം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ സൽഗുണസമ്പൂർണനാകാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, പിശാചിൻ്റെ ഒരു അവകാശമില്ലാത്തവനായി ഭൂമി ജീവിക്കാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തിന് പ്രിയപ്പെട്ടവനായി നീ കഴിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തു മൂലം നിനക്ക് മാറ്റം വന്നു എന്ന് ജനം അറിയേണ്ടതിന്, ക്രിസ്തു നിന്നെ രക്ഷിച്ചു എന്ന് മനസ്സിലാക്കേണ്ടതിന്, ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം കൊണ്ട് നിനക്ക് പൂർണ്ണ രക്ഷ കിട്ടിയെന്ന് നീ പറയാൻ വേണ്ടി, എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ വിളിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൽ പരിപൂർണത. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം നോക്കാം. സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും. എൻ്റെ പ്രിയരെ, അവിടെ ദൈവത്തിൻ്റെ വചനം യാതൊരു മാറ്റമില്ലാത്ത കാര്യം. ക്രിസ്തു എന്ന തലയെന്ന് പറഞ്ഞാൽ പിന്നെ വേറെ എന്താ അതിനകത്ത് നമുക്ക് വേറെ താഴോട്ട് വല്ലതും പറയാനുണ്ടോ? ക്രിസ്തു എന്ന തലയോളം വളർന്നേ മതിയാകുള്ളൂ. ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായി തീർന്നേ പറ്റുകയുള്ളൂ. ഈ ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ നമ്മൾ എങ്ങനെ അതിൻ്റെ വേണ്ടി അധ്വാനിക്കും? നമ്മുടെ ആയുസ് പഴയ കളയല്ലേ. ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ആയുസ്. ഈ ആയുസ്സിൽ ഈ പരിപൂർണ രക്ഷ നമ്മൾ സ്വന്തമാക്കാതെ എങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ പറ്റും? മറ്റുള്ളവരുടെ പാപം എങ്ങനെ വഹിക്കാൻ പറ്റും? നമുക്ക് മറ്റുള്ളവരുടെ വഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലാൻ എങ്ങനെ സാധിക്കും? പ്രിയരെ, എനിക്ക് കറയില്ലാതെ നിന്നാലല്ലേ കറയുള്ളവൻ വരുമ്പോൾ അവനോട് കാര്യം പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ, അവനോട് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിൻ്റെ വചനം ഡൈല്യൂട്ട് ചെയ്യരുത്. 2 കൊരിന്ത്യർ 5:17 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി. ആ പുതിയ സൃഷ്ടിക്കകത്ത് 50% എന്നോ 60% എന്നോ 70% എന്നോ 90% എന്നോ 99% എന്നോ പറയുന്നില്ല. പുതിയ സൃഷ്ടി. പുതിയതെന്ന് പറഞ്ഞാൽ പഴയതിൻ്റെ ഒന്നുമില്ല. കൃത്യമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഴയ തുരുത്തിയിൽ പുതുവീഞ്ഞ് പകരുകയില്ല. പുതുവീഞ്ഞ് പഴയ തുരുത്തി പകരത്തില്ല. രണ്ടും പൊളിയും, രണ്ടും നശിക്കും. അവിടെ പുതിയ തുരുത്തിയിൽ മാത്രമേ പുതുവീഞ്ഞ് പകരുകയുള്ളൂ. പഴയ തുണിയിലേക്ക് കോടി തുണിക്കണ്ണും വെച്ച് ചേർക്കാൻ പറ്റില്ല. ഒരിക്കലും പ്രിയപ്പെട്ടവരെ, ദൈവവും പിശാചുമായിട്ട് നമുക്കൊരു കോംപ്രമൈസിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഇന്ന് അനേകർ പറയുന്നത് എങ്ങനെയാണ്? ഹൃദയത്തെ ദൈവമുണ്ടോ? ഉണ്ടെന്ന് പറയും. പാപമുണ്ടോ? അതും ഉണ്ടെന്ന് പറയും. അപ്പം ക്രിസ്തുവിനെ നമ്മൾ തുച്ഛീകരിക്കുക. പിശാചുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഒരു ഇടമായിട്ട് ഞാൻ എൻ്റെ ഹൃദയം വിട്ടുകൊടുത്തിരിക്കുക. എനിക്ക് വലിയ സങ്കടം തോന്നിയിട്ടുണ്ട്. എൻ്റെ ഹൃദയത്തിൽ ക്രിസ്തുവിനും പിശാചിനും കൂടെ ഒരു കോംപ്രമൈസ് ചെയ്യും നയിക്കാൻ ഞാൻ കോംപ്രമൈസ് ആളായിട്ട് നിൽക്കുക. എത്ര തരം താണുപോയി നമ്മുടെ ആത്മജീവിതം. ഈ വചനത്തിൻ്റെ ഗൗരവം ആരും മനസ്സിലാക്കുന്നുണ്ട്? ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നാം കൂട്ടായ്മക്കാരായി നിൽക്കുന്നവരെങ്കിലും ഇതൊന്ന് അനുഭവിക്കണ്ടേ? വിരളിൽ എണ്ണാവുന്നവരെ ഉള്ളൂ. ശരി, സംഭവിച്ചു. എങ്കിലും ഞാനെന്ന് പറഞ്ഞൊരു വ്യക്തി മറ്റുള്ളവർ എന്തും പറയട്ടെ, എന്തും ചിന്തിക്കട്ടെ, എനിക്കത് വിഷയമുള്ളൊരു കാര്യമല്ല. കർത്താവ് ഒരിക്കലും പറഞ്ഞു, എൻ്റെ നാമം നിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. ആ വചനത്തിൻ്റെ ആഴം എന്താണെന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? എൻ്റെ വചനം നിങ്ങൾ അനുസരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫലം എന്നറിയാമോ? സകലരും നിങ്ങളെ വെറുക്കും, സകലരും നിങ്ങളെ ഒഴിവാക്കും, കഴിയുമെങ്കിൽ നിങ്ങളെ തേജോവധം ചെയ്യും. അല്ല, കർത്താവിനെ കല്ലെറിയാൻ അവർ കല്ലെടുത്തത് എന്തിനു വേണ്ടിയാണ്? ഒന്ന്, അവൻ ശബത്തിൽ സൗഖ്യം കൊടുത്തു. ജനം പറഞ്ഞു അത് നിയമലംഘനമാണ്, ന്യായപ്രമാണത്തിനെതിരാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആട് കുഴിയിലേക്ക് വീണാൽ ശബത്തിലാകെ വീണെന്നിരിക്കട്ടെ, നിങ്ങൾ തന്നെ അവിടെ ഇട്ടേക്കുവോ? പിടിച്ചെഴുന്നേൽപ്പിക്കില്ലേ? അത് തെറ്റല്ലേ? അവരുടെ വാക്ക് മുട്ടിപ്പോയി. അപ്പോൾ അവനോട് വൈരാഗ്യമായി. 2, ദൈവം എൻ്റെ പിതാവാന്ന് പറഞ്ഞു. സഹിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ട്, യാക്കോബ് എന്ന കിണർ ഞങ്ങൾക്കുണ്ട്, മോശയാണ് ഞങ്ങൾക്ക് ന്യായപ്രമാണം തന്നെ. അവർക്ക് ഒത്തിരി വിശദീകരണങ്ങൾ പറയാനുണ്ട്.
മൂന്നാമത് പറഞ്ഞു അബ്രഹാം ജനിക്കുന്നതിന് മുമ്പേ ഞാനുണ്ട്. വഹിക്കാൻ പറ്റുമോ? പറഞ്ഞെല്ലാം സത്യമല്ലേ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങൾക്ക് എൻ്റെ ശരീരം നിങ്ങൾക്ക് ഭക്ഷിക്കാനും എൻ്റെ രക്തം കുടിപ്പാനും തന്നിരിക്കുകയാണ്. എന്മൂലം അല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധി ചെല്ലില്ല. വഹിക്കാൻ പറ്റുമോ? അവനെ കൊന്നേ പറ്റുള്ളൂ. കൊന്നില്ലേ? അവൻ എന്തെങ്കിലും തെറ്റിയിട്ടാണോ? എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം അനുസരിക്കാൻ ജീവിതം വേർതിരിച്ചാൽ സകലരും വെറുക്കും. ഞാൻ അനുഭവം കൊണ്ട് പഠിച്ച കാര്യമാണ്. ഒരു മനുഷ്യന് നമ്മളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു മനുഷ്യനെ നമ്മളെ കാണുമ്പോൾ അവർ തലതിരിക്കും. കാരണം എനിക്ക് സാധിക്കുന്നില്ല, അവർക്ക് സാധിക്കുമെന്ന് പറയുമ്പോൾ വൈരാഗ്യമാണ് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ മനസ്സിലായിക്കോണം, ഞാൻ ശരിയായ പാതയിലൂടെയാണ് പോകുന്നത്. ആരുടെയും ലോഹ്യം വേണ്ട, ആരുടെയും സ്നേഹം വേണ്ട, ആരുടെയും പ്രീതി വേണ്ട. എൻ്റെ ദൈവം എന്നിൽ പ്രസാദിച്ചാൽ മാത്രം മതി. ദൈവത്തിന് സ്തോത്രം. അതാണ് പറഞ്ഞത്, പുതിയ സൃഷ്ടി. കൊലോസ്യ ലേഖനം 3-9 വാക്യം പുതുമനുഷ്യൻ. പുതിയ സൃഷ്ടി എന്ന് കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നു, കൊലോസ്യ ലേഖനത്തിൽ പറയുന്നു പുതുമനുഷ്യൻ. കൊലോസ്യ ലേഖനം 3:9. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ പുതിയ മനുഷ്യൻ, ടോട്ടലി ന്യൂ പേഴ്സൺ. ദൈവം മാറ്റിയ പുതിയ മനുഷ്യൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് മാറ്റിയ പുതിയ മനുഷ്യൻ, പരിശുദ്ധാത്മാവുള്ള പുതിയ മനുഷ്യൻ. ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ഞാൻ ആൾ മാറിയെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിൽ ക്രിയ ചെയ്യുന്നു എന്നർത്ഥം. നമുക്ക് തന്നെ അറിയാം, നമുക്ക് പാപത്തോട് താല്പര്യം കാണില്ല. പാപത്തിൽ നകന്ന് നിൽക്കാനായിരിക്കും നമുക്ക് താല്പര്യം. പാപത്തിൻ്റെ ഒരു അല്പം പോലും വരില്ല. പാപ സാഹചര്യങ്ങൾ പറഞ്ഞിട്ടല്ല, പക്ഷെ നമുക്കതിനോട് ഒരു താല്പര്യമില്ല. നമുക്കതൊരു സന്തോഷമല്ല, നമുക്കതൊരു ആനന്ദമല്ല. പണ്ട് ആനന്ദമായിരുന്നു, അതിനുവേണ്ടി ദാഹിച്ചവരാണ്. പക്ഷെ ഇപ്പം അത് നിവൃത്തി ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ നോക്കും. മനുഷ്യമാനം നമ്മൾ ആഗ്രഹിക്കത്തില്ല, മനുഷ്യരുടെ കമ്പനി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അവരെല്ലാവരും എൻ്റെ ആത്മാവിനെ നശിപ്പിക്കാൻ വേണ്ടി അവരിൽ കൂടെ പിശാച് പ്രവർത്തിക്കാമെന്ന് മനസ്സിലായ പിന്നെ നമ്മളങ്ങോട്ട് ചെല്ലുമോ? വേർപാട് പാലിച്ചിരിക്കും. ചിലർ പറയുന്നുണ്ട് വേർപാട് കുഴപ്പമാണെന്ന്. അല്ല പ്രിയരെ, ദൈവജനത്തിന് വേർപാടുണ്ട്. വ്യക്തമായിട്ട് കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വായിക്കാൻ ഇപ്പം നേരെ എഴുതുന്നില്ല. ദൈവത്തിൻ്റെ ആത്മാവുള്ളവൻ അവൻ വേർപെട്ടവനാണ്, ദൈവത്തിന് വേണ്ടി വേർപെട്ടവനാണ്, ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി വേർതിരിച്ചവനാണ്, ദൈവാത്മാവ് ഇറങ്ങാൻ വിട്ടുകൊടുത്തവനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ വിട്ടുകൊടുത്തവനാണ്. അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ഒരു കാര്യമല്ല വേറെ ഒന്നും അവൻ്റെ ചിന്താവിഷയം ആയിരിക്കത്തില്ല. അവന് ലോകമനുഷ്യൻ്റെ ഇഷ്ടത്തിന് അവനെ കിട്ടുകയില്ല, ലോഹ്യം കാണിക്കാൻ അവനെ കാണുകയില്ല, മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ അവൻ്റെ വിഷയമല്ല. പണ്ടിതൊക്കെ ഉണ്ടായിരുന്നു. അതായി പുതിയ മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ്റെ കാഴ്ചപ്പാട് മാറി, ചിന്താഗതി മാറി, അവൻ്റെ ലക്ഷ്യം മാറി, അവൻ്റെ ആഗ്രഹം മാറി, അവൻ്റെ അൾട്ടിമേറ്റ് എയിം മാറി. അവന് ഒരേ ഒരു ആഗ്രഹമുള്ളൂ, എങ്ങനെയും കർത്താവിൻ്റെ വേലക്കാരനായി നിന്ന് രണ്ടുപേരോട് വനം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ അവനെ ശരിയായ പാതയിലേക്ക് നടത്തണം. അത് ദൈവത്തിന് ഹിതപ്രകാരം വേണം, സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യാൻ പറ്റത്തില്ല. ആത്മാവ് വേണം പ്രവർത്തിക്കേണ്ടത്. എന്ത് ശുശ്രൂഷയും പരിശുദ്ധാത്മാവ് നിറവിൽ മാത്രമേ ഫ്രൂട്ട്ഫുൾ ആവുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനെ കണക്ക് പറയേണ്ടി വരും. പ്രിയപ്പെട്ടവരെ, അപ്പോൾ പുതിയ മനുഷ്യൻ, പുതിയ സൃഷ്ടി. കർത്താവ് വളരെ വ്യക്തമായിട്ട് കൊലോസ്യ ലേഖനത്തൊക്കെ പറയുന്നുണ്ട്, നമ്മൾ നിഷ്കളങ്കരായിരിക്കണം, വിശുദ്ധരായിരിക്കണം. എഫേസ്യർ 1-ാം 2-3 വാക്യമാണ്. നാം ലോകസ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ കണ്ടത് നാം ദൈവസേനയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകാൻ വേണ്ടിയാണ്. അതിനകത്ത് എന്തെങ്കിലും ഡൈലൂഷൻ ഉണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. വിശുദ്ധർ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ, പാപത്തോട് ചായ്വില്ലാത്ത മനുഷ്യൻ, ലോകത്തോട് യാത്ര പറഞ്ഞ മനുഷ്യൻ, അവനുള്ളതെല്ലാം യാഗപീഠത്തിൽ വെച്ചവൻ, അവന് സ്വന്തമായിട്ട് ഒന്നുമില്ല, അവന് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നല്ലാതെ വേറെ ഒരു ലക്ഷ്യവുമില്ല. അത് വളരെ കൃത്യമാണ്. അവന് വനത്ത വില കൊടുത്താണ് അത് വാങ്ങിച്ചത്. എല്ലാം വിട്ടുപിരിഞ്ഞ്, എല്ലാം വെറുത്ത്, എല്ലാം യാഗപീഠത്തിൽ വെച്ച് യേശുവിൻ്റെ കാൽപാദം മാത്രം വിശ്രാമസ്ഥലമായി കണ്ടെത്തിയ ഒരു മനുഷ്യൻ, അവന് പിന്നെ എങ്ങനെ ലോകത്തിലേക്ക് പോകാൻ പറ്റും? അവനെങ്ങനെ പാപസാഹചര്യത്തിൽ വീഴും? എൻ്റെ പ്രിയരെ, നിങ്ങളങ്ങനെ ചിന്തിക്കല്ലേ. ഇത് സാധിക്കുന്നൊരു കാര്യമാണ്. വിശുദ്ധരായിരിക്കണം, നിഷ്കളങ്കരായിരിക്കണം, കുറ്റമില്ലാത്തവരായി തീർക്കണം. ദൈവസേനയിൽ ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ കുറ്റമില്ലാത്തവനായി തീർക്കണം. അവൻ്റെ ഒരൊറ്റ കടപ്പാട്, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇതെല്ലാം ചെയ്തു, എൻ്റെ സ്വന്തം കാര്യപരിപാടി കൊണ്ടല്ല,
ദൈവം എന്നെ സ്നേഹിച്ചു. ഞാൻ ആലോചിക്കായിരുന്നു, 22-ാമത്തെ വയസ്സിൽ എനിക്കൊരു മാനസാന്തരം കിട്ടിയപ്പോൾ ഞാൻ ഇന്നും അത്ഭുതപ്പെടുന്നു. എല്ലാ ദിവസവും അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തെങ്കിലും സാധ്യതയുണ്ടായിരുന്നു? എന്നെക്കാൾ എത്ര നല്ലവരാണ് എൻ്റെ 2 സഹോദരിമാരും എൻ്റെ ചേട്ടനും. അവരെയൊന്നും ഈ വിളി കിട്ടിയില്ല. പക്ഷേ എനിക്കാ വിളി കിട്ടിയത്. എന്തിന്? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം എന്നെ കണ്ടിരിക്കുന്നു. അവർ മാനസാന്തരപ്പെടില്ല, ശരിയാണ്. പക്ഷേ അവർക്ക് വേണ്ടി ഒന്ന് കൈമലർത്തുവാൻ വേറെ ആരുണ്ട്? എൻ്റെ പദവി വലുതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറ്റമില്ലാത്തവരായി ലോകമനുഷ്യൻ്റെ മുമ്പിലും ദൈവസന്നിധിയിലും കുറ്റമില്ലാത്തവനായി നിൽക്കാൻ ദൈവത്തിൻ്റെ വിളി നമുക്ക് ലഭിച്ചുവെങ്കിൽ അതിന് വില കൊടുക്കണ്ടേ? അതിന് വില കൊടുക്കാൻ ഒരു മനസ്സ് നമുക്ക് വരണ്ടേ? അത് നമ്മുടെ ലാക്കിന് ലക്ഷ്യമായി തീരണ്ടേ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എബ്രായത്തിൽ വരുന്നുണ്ട്, ഈ പൂർണ്ണ രക്ഷയുടെ അനുഭവം എന്താണ്? അത് പുതിയ സൃഷ്ടിയാണ്, സംഭവിച്ചു. വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കണം, അത് സംഭവിച്ചു. എന്നാൽ ദൈവം തരുന്നൊരു സ്വസ്ഥതയുണ്ട്. എബ്രായലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. എൻ്റെ ദൈവത്തിന് അപ്പോസ്തലൻ ഭയനിർദ്ദേശം തരികയാണ്. ഒരു സ്വസ്ഥത മനുഷ്യൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ ദൈവം കൊടുക്കുന്നുണ്ട്. അത് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞവർക്ക്, വിശുദ്ധരാകണമെന്ന് സമർപ്പണമുള്ളവർക്ക്, പൂർണ്ണ രക്ഷ വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക്, ദൈവത്തിൻ്റെ രക്ഷാകരമായ കാര്യപരിപാടിയിൽ യോജിച്ചു പോകാൻ താല്പര്യമുള്ളവർക്ക്, ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹമുള്ളവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് സ്വസ്ഥത. സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ആകുലചിന്തകളൊന്നുമില്ലാത്തതായ, ലക്ഷ്യങ്ങളൊന്നുമില്ലാത്തതായ ദൈവസാന്നിധ്യം അനുഭവിക്കുന്ന സ്വസ്ഥത. നമുക്കറിയാം, 6 ദിവസം സൃഷ്ടി നടത്തി. ഏറ്റവും അവസാനത്തെ ദിവസമാണ് ആദാമിനെ സൃഷ്ടിച്ചത്. 7-ാം ദിവസം ദൈവം സ്വസ്ഥത എടുത്തു എന്ന് പറയുന്നു. ആരുടെ കൂടെ? മനുഷ്യൻ്റെ കൂടെ. ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ, മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ തന്നോടുകൂടി ജീവിക്കാനുള്ള അനുഭവം. അതാ സ്വസ്ഥത. ദൈവ സാന്നിധ്യം അനുഭവിക്കുന്ന മനുഷ്യൻ ലോകത്തിലേക്ക് തിരിയാതെ, സാത്താൻ്റെ കെണിയിൽപ്പെടാതെ, ലോക ഇമ്പങ്ങളിലേക്ക് പോകാതെ, പൈശാചിക ബന്ധനത്തിൽ അകപ്പെടാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന അനുഭവം, അതാണ് സ്വസ്ഥത. അതാണ് സമാധാനം എന്ന് പറയുന്നത്. അതാണ് സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ആശ്വാസം എന്ന് പറയുന്നത്. അതാണ് പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ചില പറയും, ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകും. എന്തടിസ്ഥാനമാണ്? അതിന് വലിയൊരു കടമ്പയുണ്ട് പ്രിയരെ. അതിന് വലിയ വില കൊടുത്തേ പറ്റുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതാണ് സ്വസ്ഥത അനുഭവിക്കുക എന്ന് പറയുന്നത്. ഈ സ്വസ്ഥത ദൈവം തന്നിരിക്കെ അത് നിനക്ക് ലഭിക്കാതെ വന്നു പോകാതിരിക്കാൻ നീ സൂക്ഷിക്കുക എന്നാണ് വചനം പറയുന്നത്. സ്വസ്ഥത തന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ചെന്നത് വാങ്ങിക്കണ്ടേ? ഇന്ന് അനേകർക്ക് അതൊരു വിഷയമുള്ള കാര്യമല്ല. അവർക്കൊരു ചെറിയ ഒരു കൂട്ടായ്മ വേണം. അവർക്ക് പ്രകടമായ ഭാവത്തോട് യാത്ര പറഞ്ഞു, ഞാൻ മാനസാന്തരപ്പെട്ടാണ്, ഞാൻ 73-ലോ 84-ലോ ഞാൻ മാനസാന്തരപ്പെട്ടു, ദൈവം എനിക്ക് ഇന്ന അരുളപ്പാടൊക്കെ തന്നു, എനിക്ക് ഇന്ന കാര്യം വന്നു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇന്നതുപോലെ കിട്ടി എന്ന് 100 കൂട്ടം കാര്യം പറയാനുണ്ട്. എന്നാൽ ഈ സ്വസ്ഥത എനിക്കുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? യേശു ക്രിസ്തുവിനെ ഞാൻ അറിയുന്നു, ഞാൻ അടുത്തറിയുന്നു, അവൻ്റെ ആത്മാവ് എൻ്റെ മേലുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? ഇത് പ്രായോഗികമാണെന്ന് പറയാൻ ധൈര്യത്തോടെ പറയാൻ എത്ര പേരുണ്ട്? വേദപുസ്തകത്തിലെ വചനങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിക്കാൻ ആൾക്കാരുണ്ട്. ആർക്ക് വേണം ഇത്? ജ്ഞാനത്തിൻ്റെ വാക്കുകൾ ആർക്ക് വേണം? പ്രായോഗികമായിട്ട് ഒന്നും ഇല്ലാത്തൊരു മനുഷ്യന് രക്ഷയുണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? അവൻ്റെ ബന്ധനം അഴിക്കാൻ യേശു ക്രിസ്തു താണിറങ്ങി വന്നിട്ട് പറയാൻ എത്ര പേരുണ്ട്? അവന് സ്വസ്ഥത കൊടുക്കാൻ യേശു ഉണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ആനോക്ക് നടന്ന പോലെ നടക്കുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് പറയാൻ എത്ര പേരുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് നാം പഠിക്കേണ്ട കാര്യം. നമുക്ക് പരിപൂർണമായും പാപത്തിൽ നിന്ന് മോചനമുണ്ട്, പരിപൂർണമായും സാത്താൻ്റെ പിടിയിൽ നിന്ന് മോചനമുണ്ട്, പരിപൂർണമായി ഈ ലോക ഇമ്പത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും ലോകത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങിയുള്ള ജീവിതം, ലോകത്തിൻ്റെ ഭാരങ്ങളും ലോകത്തിൻ്റെ ആകുലങ്ങളും ലോകത്തിൻ്റെ ടെൻഷനുകളും ഉത്തരവാദിത്തങ്ങളും ഒന്നും നമ്മളെ കാർന്ന് തിന്നാതെ ഉയരത്തിൽ നിൽക്കുന്ന അനുഭവം. കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെ നിക്ഷേപമുള്ളത് നിങ്ങളുടെ ഹൃദയം ഇരിക്കുമെന്ന്. നമ്മുടെ നിക്ഷേപം എവിടെയാണ്? ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ സകലവും വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക്, അപ്പോൾ നിനക്കൊരു ഭാഗ്യം കിട്ടും, നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവും. എനിക്ക് ഈ കുറേ കാലമായല്ലോ അത് മനസ്സിലായിട്ട്. സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുന്നത് എങ്ങനെ? ഇവിടെ ഭൂമിയിൽ ക്രിസ്തുവിന് വേണ്ടി എന്ത് വിറ്റോ അതാണ് നിക്ഷേപം. യേശുവിനെ പ്രതി, യേശുവിൻ്റെ ക്രൂശിനെ പ്രതി, വചനത്തെ പ്രതി,
ദൈവത്തെ പ്രസാദിപ്പിക്കാൻ എന്തൊക്കെ ഞാൻ യാത്ര പറഞ്ഞുവോ, എന്തൊക്കെ ഞാൻ വിട്ടുവോ, എന്തൊക്കെ യാഗപീഠത്തിൽ കൊണ്ടുവന്ന് വെച്ചുവോ, ഇനി എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുവോ, അത് സ്വർഗത്തിൽ നിക്ഷേപമായിട്ട് തീരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഹൃദയോട് വരും. നമുക്ക് ദൈവത്തോടു കൂടി നടക്കാം, ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. എപ്പോഴും 24 മണിക്കൂറും ദൈവത്തോടു കൂടി നടക്കാം, 24 മണിക്കൂറും ദൈവസാന്നിധ്യം അനുഭവിക്കാം, 24 മണിക്കൂറും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാം. ലോകത്തിൻ്റെ ഒന്നും തൊടാതെ വണ്ണം കർത്താവേ, എൻ്റെ കഴിഞ്ഞ കാലത്ത് ഞാൻ ഇന്ന പാപത്തിലൊക്കെ വീണവനാണ്, അതിൻ്റെ വേരെൻ്റെ ഉള്ളത്തിൽ കിടപ്പുണ്ട്, കർത്താവേ ഇനി അത് മറന്നു പോകല്ലേ, എനിക്കത് മനസ്സിലായിട്ടില്ലെങ്കിലും അടിയിലും മറഞ്ഞു കിടക്കുന്നതും ഞാൻ മരണക്കിടക്കയിൽ എനിക്ക് വെളിപ്പെട്ടു വരാൻ പോകുന്ന പാപങ്ങളൊന്നും ഇപ്പോഴേ എനിക്ക് വെളിപ്പെടുത്തി തരണമേ, അത് കഴുകി തരണേ. അപ്പം ഞാൻ പൂർണ്ണ വിശുദ്ധനാണോ? ഇല്ല പ്രിയരെ, പൂർണ്ണ വിശുദ്ധെന്ന് പറയാൻ ഒരു മനുഷ്യന് അധികാരമില്ല. പക്ഷേ പ്രബലമായ പാപത്തിലില്ല, ചിന്തയിലില്ല, നോട്ടത്തിലില്ല, ആഗ്രഹത്തിലില്ല, വികാരത്തിലില്ല, സ്വപ്നത്തിലില്ല, യാതൊന്നും എനിക്ക് മനസ്സിലാകുന്ന. അത് അപ്പോസ്തലൻ പറഞ്ഞു, എനിക്കൊരു പാപത്തെക്കുറിച്ചും ബോധ്യമില്ലെങ്കിലും ഞാൻ നീതിമാനാകില്ല. പിന്നെ എവിടെയാണ്? ആളത്തത്തിൻ്റെ അടിമനസ്സിൽ എനിക്കിപ്പോഴും മനസ്സിലാകാത്തതായ അനേക ബന്ധങ്ങൾ ഉണ്ട് കർത്താവേ, എനിക്കത് വെളിപ്പെടുത്തി തരണമേ. അതാണ് പിന്നീടുള്ള ജീവിതം. പാപത്തോട് മല്ലടിക്കുകയല്ല, ആളത്തത്തിൽ എനിക്ക് മനസ്സിലാകാത്തതും മറിഞ്ഞിരിക്കുന്നതുമായ അനേക പാപങ്ങൾ അടി കിടപ്പുണ്ട്, എനിക്ക് മനസ്സിലാക്കി തരണം, അത് കഴുകി തരണം. പിന്നെ മരണക്കരം കിടക്ക വരെയുള്ള പ്രാർത്ഥന അതാണ്. അവിടെ നികളമല്ല, പ്രശംസയല്ല, ഞാൻ എനിക്കാണ്ട് കിട്ടിയെന്നുള്ളതല്ല. അവിടെയും താഴുകയാണ്. കർത്താവിൻ്റെ ക്രൂശും ചൂട്ടിക്കടന്നുകൊണ്ട് ആ വെളിപ്പാടിനായിട്ട് കാത്തിരിക്കുക. അത്ര മനോഹരമായ ഒരു ജീവിതം നമുക്ക് ദൈവം തന്നിട്ടും, പൂർണ്ണരക്ഷ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടും അത് നേടിയെടുത്തില്ലെങ്കിൽ നമുക്ക് നഷ്ടം തന്നെ, നമ്മുടെ കുടുംബത്തിന് നഷ്ടം തന്നെ. ഇത് നമുക്ക് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. ദൈവമുള്ള എല്ലാ കൃപയും നമുക്ക് തരുമാറാകട്ടെ. ആ സമാധാനം നമ്മുടെ ഉള്ളത്തിൽ വാഴട്ടെ. ദൈവത്തിന് സ്തോത്രം.